നേരത്തെ ഇരുപതാണ്ടിന്റെ അറുപത്തേക്കും വലിയൊരു ലോകത്തിൽ ആദ്യത്തെ അന്വേഷണം ഇവരിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഈ തീവ്രമായ ഈ മനുഷ്യരുടെ വീടിനൊക്കെയുള്ള മറ്റൊക്കെയാണ് ഇവരെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങളൊന്ന് അന്വേഷിച്ചിരുന്നു. അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പോലീസ് പ്രത്യേകമായിട്ട് ആ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് തന്നെ ഒരു അന്വേഷണം ഈ ഇവിടെ വന്ന് മരണപ്പെട്ട അനന്തു അജി അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് നല്ല അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അടുത്ത് തന്നെ ചില വിവരങ്ങൾ കൂടി നമുക്ക് മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. അല്ല, വീട്ടുകാർക്ക് അതിനകത്ത് പരാതി ഉണ്ടാകും. അന്ന് തന്നെ യഥാർത്ഥത്തിൽ വീട്ടുകാർ ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ ചെല്ലുമ്പോൾ മന്ത്രിയോട് തന്നെ അത്യാവശ്യം പരാതികൾ പറഞ്ഞിരുന്നു. മേയർ അടക്കമുള്ള ആളുകൾ ചെല്ലുമ്പോൾ വല്ലാതെ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു. പക്ഷേ ഇവരൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു ഫാസിസ്റ്റ് സംഘടന എന്നുള്ള നിലയിൽ, ഭീകര സംഘടന എന്നുള്ള നിലയിൽ അവരെല്ലാം വിരട്ടുകയാണ്. നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങളെല്ലാം പിന്നെ നിങ്ങൾക്ക് ഈ നിലയിൽ പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള നിലയിൽ ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകാം. ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ തൽക്കാലത്തേക്ക് നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭീഷണിയും ഈ ഒരു പിന്നെ വല്ലാത്ത ഒരു പേടിപ്പെടുത്തലും എല്ലാം മാറി അവരെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം പിന്നെ സംജാതമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതില് ഇതല്ല സംഭവം. ഈ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന എല്ലാ സംഭവങ്ങളിലും ഇത്തരം സംഭവങ്ങൾ വന്നാൽ ആദ്യം അവർ പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് ഇവരുമായി ബന്ധമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുമായിട്ട് അവരെ ബന്ധപ്പെടുത്തുന്നില്ല, ഈ നിലയിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഈ അനിലിന്റെ സംഭവത്തിൽ തന്നെ ആദ്യം അവർ പറഞ്ഞു ഈ സംഘവുമായിട്ട് ഞങ്ങൾക്ക് BJPക്ക് ബന്ധമില്ല എന്നവർ പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. സമാനമായ ഈ മരണത്തിലും അല്ലെങ്കിൽ ഈ ആത്മഹത്യയിലും അവർ സൂചിപ്പിക്കുന്നത് ഇയാൾക്ക് BJPയുമായിട്ട് ഒരു ബന്ധവുമില്ല. തൊട്ടുപുറകെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അവസാനം BJP നടത്തിയ യോഗത്തിൽ പങ്കെടുക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന പടം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടവരോടൊരു ദയ കാണിക്കാൻ, കാരുണ്യം കാണിക്കാൻ, ഒരു സ്നേഹം കാണിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന ആട്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ആട്ടി ചവിട്ടി പുറത്താക്കുന്ന ഒരു സമീപനമാണ് BJP ലീഡർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.